ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദാസിനോള് യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു പൊതിച്ചോറുണ്ടാക്കി നോക്കാം. എൻ്റെ കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു പൊതിച്ചോറുണ്ടാക്കി എൻ്റെ കെട്ടിയോന് കൊടുക്കണം എന്നത്. എങ്ങനെ എല്ലാം കൂടെ ഒത്തു വന്നത് ഇന്നാണ്. സോ എന്തൊക്കെ ഐറ്റം വേണമെന്ന് ഞാൻ യൂട്യൂബിലൊക്കെ കുറേ റെഫറൻസ് ഒക്കെ എടുത്തു. ബട്ട് ലാസ്റ്റ് എനിക്ക് മനസ്സിലായി നമുക്ക് എന്താണോ ചോറിന് കൂട്ടി കഴിക്കാൻ ഇഷ്ടം അതൊക്കെയാണ് വേണ്ടതെന്ന്. സോ ഞങ്ങളെ ഇഷ്ടങ്ങളൊക്കെ ആഡ് ചെയ്ത് ഞാനൊരു കുട്ടി പൊതിച്ചോറ് തയ്യാറാക്കി. ചോറ്, ചെറുപയറും മത്തനും കറി, ബീഫ് വരട്ടിയത്, സോയാബീൻ ഫ്രൈ, പയറ് തോരൻ, ചുട്ടരച്ച ചമ്മന്തി, ഒരു ഓംലേറ്റ്, പപ്പടം, ഇത്ര ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറ്. നല്ല വാട്ടിയ വാഴയിലയിൽ എല്ലാം കൂടി വെച്ചിട്ട് എനിക്ക് ചോറ് പൊതിയാനൊന്നും അറിയില്ല, എന്നാലും എനിക്കറിയാവുന്നത് പോലെ പൊതിഞ്ഞ് കെട്ടി. ഏകദേശം ഒരു മണിക്കൂറോളം ഞാനത് അങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഇനി ഈ പൊതി തുറക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ലില്ലേ, നല്ല വാട്ടിയ ഇലയുടെയും ചോറിൻ്റെയും ബീഫിൻ്റെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുള്ളൊരു സ്മെല്ല്, അത് പറയാതിരിക്കാൻ വയ്യ. ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണോ എന്നറിയില്ല, ഇല തിരിച്ച് വെച്ച് കഴിക്കേണ്ട കാര്യം വിട്ടുപോയി. പിന്നെ ഞാനും ശ്രദ്ധിച്ചില്ല. എന്ത് തന്നെയായാലും ഫുഡ് ഏട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഫുഡ് കഴിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇന്ന് സംസാരിക്കാനൊന്നും നിൽക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ എന്ത് തന്നെ ഉണ്ടാക്കിയാലും എനിക്കത് എത്ര ഇഷ്ടപ്പെട്ടാലും ഏട്ടൻ കഴിച്ച് ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ ഓക്കെ പറഞ്ഞാലേ എനിക്ക് എൻ്റെ മനസ്സ് നിറയുള്ളൂ. പിന്നെ പൊതുവേ ഈ വാഴയിലയിൽ കഴിക്കുന്നതിൻ്റെ ഫീലൊന്ന് വേറെ തന്നെയാണല്ലോ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി കഴിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുട്ടി തട്ടിക്കൂട്ട് പൊതിച്ചോറ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ബൈ ഗൈസ്, സീ യു.